ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു മെഹേഴ്സ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു സ്റ്റാർ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ഡിഷാണ്, പിന്നെ ആൾക്കാരുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റിയ ഡിഷാണ്. ക്രീമിയാണ്, ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഡൈനമൈറ്റ് ചിക്കൻ. മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. 300 ഗ്രാം ചിക്കൻ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. വെള്ളം നന്നായിട്ട് കളയണം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പറിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഒരിഗാനോ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണിത്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. നന്നായിട്ട് ചെറുതായി ഇട്ടിട്ട് അരിഞ്ഞ് കൊടുത്തിട്ട് അതിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊക്കെ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം, ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇത് മാരിനേറ്റ് ഇടാൻ. അപ്പോൾ ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് നമുക്ക് ഇത് 1 മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ മിനിമം എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ വിട്ടുപോയിരുന്നു. സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് നേരത്തെ തന്നെ ഇട്ട് വെക്കണം. ഇത് നേരത്തെ ഇടാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കോട്ടിങ് ചെയ്യാനായിട്ട് ഇവിടെ 1/3 കപ്പ് മൈദ പിന്നെ 1/3 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 2 എഗ്ഗ് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കോട്ട് ചെയ്യാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ആദ്യം മൈദയും കോൺഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ടയിൽ മുക്കാം. മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ആ മാവിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. മൈദയിലേക്കും കോൺഫ്ലോറിലേക്കും ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി ബാക്കിയുള്ള ചിക്കൻ എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിലേക്ക് ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 4-5 മിനിറ്റിന് ശേഷം നമുക്കിത് മാറ്റി മറിച്ചും കൊണ്ടും നമുക്കിത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മാറ്റി മറിച്ചും കൊണ്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി, ഇത്രയും കളറായാൽ മതി, ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മയോനൈസ് ഇട്ട് കൊടുക്കാം. മയോനൈസ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ ഹോട്ട് സോസാണിത്, ചില്ലി സോസ്, ഹോട്ട് സോസ്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ ക്രീം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഹണി, തേനാണ്. പിന്നെ 1 ടീസ്പൂൺ പെപ്പറിക്ക പൗഡർ. പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോസ് റെഡിയാണ്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് കോട്ട് ചെയ്യാം. സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം, സോസിൻ്റെ അളവ്. അപ്പോൾ നമ്മുടെ ഡൈനമൈറ്റ് ചിക്കൻ റെഡിയാണ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നല്ല അടിപൊളി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റ് ചിക്കനാണ്, നല്ല ടേസ്റ്റിയാണ്, വളരെ ക്രീമിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.